എത്ര കണ്ട് മദീനയിലെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിക്കുന്നുണ്ടാകും. നമ്മുടെ ഹൃദയങ്ങൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ? എന്റെ ഹബീബിന്റെ ഇഷ്ടങ്ങളാണ് എന്റെ ഇഷ്ടങ്ങൾ. എന്റെ ഹബീബ് ഞാൻ തലയിൽ തട്ടമിടുന്നതാണ്, എന്റെ മുടി കാണാതിരിക്കുന്നതാണ്, ഞാൻ തലയിൽ തൊപ്പിവെക്കുന്നതാണ്, ഞാൻ താടി നീട്ടി വളർത്തുന്നതാണ്. എന്റെ പരിശുദ്ധ ഹബീബിന്റെ ഇഷ്ടം. അതുകൊണ്ട് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഹബീബിന്റെ ഇഷ്ടമാണ്. നമ്മൾ ആർക്ക് വേണ്ടിയാണ് താടി ഷേവ് ചെയ്യുന്നത്? നമ്മൾ ആർക്ക് വേണ്ടിയാണ് തലയിൽ നിന്ന് തട്ടം നീക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് മേക്കപ്പ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് ചുണ്ട് ചുമപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ ചിന്തിക്കുക, ആരോടാണ് ഇഷ്ടം? ആരോടാണ് ഇഷ്ടം? വാക്കിലല്ലേ ഹബീബുള്ളൂ, വാക്കിലല്ലേ അല്ലാഹുള്ളൂ. ഹൃദയത്തോട് ഇടനെഞ്ചത്തേക്ക് കൈവച്ച് സത്യം ചെയ്ത് പറ, ഞാൻ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ആരോടാണ് കുറുപുലർത്തുന്നത്? ആരെയാണ് എന്റെ ഇടനെഞ്ചിന്റെ കത്തളത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? എന്റെ ഹബീബിന്റെ അധ്യാപനങ്ങളെ ഞാൻ നെഞ്ചേറ്റാതെ പോയത്? എന്റെ മകൻ എന്റെ റസൂൽ ഇഷ്ടപ്പെട്ടതുപോലെ ആകണം. ചെറിയ മക്കളെ അടക്കം ഉമ്മമാർ മുടി വെട്ടിക്കുന്ന കോലങ്ങൾ കണ്ണ് കാണുന്നവരാണ് നമ്മൾ. ആരുടെ ഇഷ്ടങ്ങളാണ്, ആരുടെ താല്പര്യങ്ങളാണ്? ഇതിന്റെ റസൂൽ ഇഷ്ടപ്പെടുമോ? ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ഇതെന്റെ ഹബീബിന് ഇഷ്ടമുള്ളതാണോ? നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ എന്തേ ആലോചിക്കാത്തത്? വാക്കിൽ മാത്രമായി റസൂലിനോടുള്ള മഹബത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണോ? ഓരോ നിമിഷങ്ങളിലും നമ്മൾ ഇടറുമ്പോ, നമ്മൾ കാലുവഴുതി സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അടിതെറ്റുമ്പോ അവലാതി കൊള്ളുന്നുണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റുകളിലേക്ക് പോകുമ്പോ, കരങ്ങൾ മലിനമാകുമ്പോ, ഹൃദയങ്ങൾ ഇരുണ്ടു പോകുമ്പോ നമുക്ക് വിഷയം തോന്നുന്നില്ല, പ്രശ്നം തോന്നുന്നില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്. എന്റെ ഉമ്മത്തിലെ ഇന്ന വ്യക്തി, എന്റെ ഉമ്മത്തിലെ മുബശ്ശിറേ, നീ വഴി തെറ്റുന്നത് എനിക്ക്